الرحيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. أفأمنوا مكر الله فلا يأمن مكر الله إلا القوم الخاسرون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ജനതയെ എപ്പോഴാണ് ശിക്ഷിക്കുക? അല്ലാഹുവിൻ്റെ താങ്ങാൻ കഴിയാത്ത, തടുക്കാൻ കഴിയാത്ത ശിക്ഷ ഒരു ജനസമൂഹത്തിന് മേൽ വന്നിറങ്ങുന്നതിനെപ്പറ്റി വിശുദ്ധ ഖുർആനും ഹദീസുകളും സംസാരിച്ചിട്ടുണ്ട്. എപ്പോഴാണ് അത്തരമൊരു ശിക്ഷ ഒരു ജനതയ്ക്ക് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അത്തരമൊരു ശിക്ഷ ഏറ്റുവാങ്ങാൻ ഒരു ജനത ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? عن جابر بن عبد الله رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു. ഒരു ജനതയ്ക്ക് എപ്പോഴാണ് ശിക്ഷ ഇറങ്ങുക എന്നതിനെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു. അവിടെ നിന്ന് പറഞ്ഞു, മാ മിൻ റജുലിൻ യഖൂനു ഫീ ഖൗമിൻ യുഅമലു ഫീഹിം ബിൽ മഅസിയ. ഒരു ജനവിഭാഗത്തിൻ്റെ ഇടയിൽ മഅസിയത്ത് അഥവാ പാപങ്ങൾ, അത് സാർവത്രികമായി ആ പാപങ്ങൾ പ്രവർത്തിക്കപ്പെടുന്നു. യഖ്ദിറുന അലാ അൻ യുഗയ്യിറു അലൈഹി. അവർക്കിടയിൽ ആ പാപങ്ങളെ എതിർക്കാനും ചോദ്യം ചെയ്യാനും ഉള്ള കഴിവുള്ള ആളുകളുണ്ട് താനും. അതിനെ എതിർക്കാനും തടയാനും ചെറുക്കാനും പ്രാപ്തിയുള്ള ആളുകളുണ്ട് ഒരു സമൂഹത്തിൽ. അവരൊക്കെ നിശബ്ദരാണ്, അവരൊന്നും മിണ്ടുന്നില്ല. ആ സമയത്ത് സൊസൈറ്റിയിൽ പാപം ഇങ്ങനെ സാർവത്രികമായി കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ തടുക്കാൻ, ചോദ്യം ചെയ്യാൻ, ചെറുക്കാനും ശേഷിയുള്ള ആളുകൾ ഫലാ യുഗയ്യിറു ഇല്ലാ അസോബഹുമുല്ലാഹു ബിഅദാബിൻ മിൻ ഖബൽ അൻ യമൂത്ത്. അങ്ങനെ ചോദ്യം ചെയ്യാനുള്ള ആളുകൾ, ചെറുക്കാനുള്ള ആളുകൾ നിശബ്ദമായിരുന്നാൽ, അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ശിക്ഷ ആ ജനതയ്ക്ക്
മരണത്തിന് മുമ്പ് തന്നെ ഇറങ്ങും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാം. ഒരു സൊസൈറ്റിയിൽ പാപം ചെയ്യുന്നവരെ കൊണ്ട് മാത്രമല്ല ഒരു സൊസൈറ്റി നശിക്കാൻ പോണത്, ഒരു സമൂഹം നശിക്കാൻ പോണത്. വ്യഭിചാരികളെ കൊണ്ടോ അക്രമികളെ കൊണ്ടോ അതല്ലെങ്കിൽ വലിയ തിന്മകൾ പ്രവർത്തിച്ചു കൊണ്ട് നടക്കുന്ന ആളുകളെ കൊണ്ട് മാത്രമല്ല ഒരു സമൂഹം നശിക്കുന്നത്. മറിച്ച് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുന്നതിന് ആ സമൂഹത്തിൽ അതിനെ എതിർക്കാനും ചെറുക്കാനും, അത് തിന്മയാണ്, അധർമ്മമാണ്, പാടില്ലാത്തതാണ്, അരുതാത്തതാണ് എന്ന് പറയാൻ ആളില്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് ശിക്ഷ ഇറങ്ങാൻ പോണത്. ഇത് നമ്മൾ ശരിക്കും നമ്മളെ മനസ്സിൽ പഠിച്ചു വെച്ചോളണം. ചോദ്യം ചെയ്യാൻ ആളില്ല. നാട്ടിലെ തെമ്മാടിത്തങ്ങൾ സർവ്വവ്യാപകമാകുമ്പോൾ ആളുകൾ ഇങ്ങനെ അതിൻ്റെ പിറകിൽ ഇങ്ങനെ രസിച്ചും രമിച്ചും നടക്കുമ്പോൾ നമ്മൾ ഒന്നും മിണ്ടുന്നില്ല. നമ്മൾ നിശബ്ദരാണ്. നമ്മൾ മിണ്ടിയാൽ ഒരുപാട് നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്ന പേടി, അല്ലെങ്കിൽ നമ്മൾ പിന്തിരിപ്പന്മാരാണോ എന്ന പേടി. ഞാൻ ഈ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ, ബസ് കയറി ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് എല്ലാം അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമായിരിക്കും. ചില കാര്യങ്ങൾ നമ്മളെ പരിചയപ്പെടുത്താൻ ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും നിൽക്കും. അവർ നമ്മളോട് ഒരു 5 മിനിറ്റ് സംസാരിക്കണം എന്ന് പറയും. 5 മിനിറ്റ് സംസാരിക്കും. ഞങ്ങൾ കടന്നിങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഹലോ സാർ എന്ന് പറഞ്ഞ് എനിക്ക് നേരെ കൈ നീട്ടി. ഞാൻ ഷെയ്ക്കൻഡ് കൊടുക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചുറ്റുള്ള ആളുകൾ എന്നെ നോക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാനെന്തോ വലിയ ഒരു 6-ാം നൂറ്റാണ്ടിലൊരു മനുഷ്യനാണ്. 6-ാം നൂറ്റാണ്ടിൽ മനുഷ്യൻ അവർ വിചാരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്തിരിപ്പനാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതെവിടേക്ക് പോയി? ഒരു അന്യ പെണ്ണിന് കൈ കൊടുക്കുന്ന അവസ്ഥ. അത് ചെയ്യാതിരിക്കുമ്പോൾ, മതം പഠിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ ചെയ്യാതിരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് എന്താണ് ആളുകളുടെ കാഴ്ചപ്പാട്? എന്തോ വലിയ ഗുരുതരമായിട്ടുള്ള വലിയ എന്തോ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താ? നിങ്ങൾ നോക്കി, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലഅൻ യുത്അന ഫീ റഅസി അഹദികും ബിമഖയതി മിൻ ഹദീദി ഖൈറുൻ ലഹു മിൻ അൻ യമസ്സ ഇംറഅതൻ ലാ യഹില്ലു ലഹു. ഒരു മനുഷ്യന് ഹലാലല്ലാത്ത ഒരു പെണ്ണിന് കൈ കൊടുക്കുക, അവളെ തൊടുന്നതിനേക്കാൾ അവന് നല്ലതെന്താണ്? അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, ഫീ റഅസി അഹദികും, നിങ്ങളിൽ ഒരാളുടെ തലയിൽ ബിമഖയത്തിൻ മിൻ ഹദീദിൻ, ഒരു ഇരുമ്പിന്റെ ആണി അടിച്ചു കയറ്റുന്നതാണ് ഒരു പെണ്ണിന് അനുവാദമില്ലാത്ത ഹലാലല്ലാത്ത ഒരു പെണ്ണിന് തൊടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഞാൻ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് നല്ലത് എന്താണ്? ഒരു ഇരുമ്പിന്റെ ആണിയെടുത്ത് എൻ്റെ തലയിൽ അടിച്ചു കയറ്റുന്നതാണ് ആ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് നല്ലത് എന്ന് പഠിപ്പിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചില്ല. നമ്മൾ അത് കാറ്റിൽ പറത്തി അങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാതിരിക്കൽ പിന്നെ സാമൂഹികമായിട്ടുള്ള ഒരു അധപതനമായി കണ്ട് നമ്മളിങ്ങനെ പോകുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ നോക്കൂ, സ്വന്തം കുടുംബത്തിൽ പോലും, അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. സ്വന്തം കുടുംബത്തിൽ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പാടില്ലാത്ത പുരുഷന്മാരെ എത്ര സ്ത്രീകൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നു? ഹസ്തദാനം ചെയ്യാൻ പാടില്ലാത്തവരെ എത്ര സ്ത്രീകളെ ചെയ്യുന്നു നമ്മളെ കുടുംബത്തിൽ? നിങ്ങൾ ആലോചിക്കുക, മഹറമല്ലാത്തൊരു പെണ്ണിനോ മഹറമല്ലാത്ത ഒരു പുരുഷനോ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പാടില്ല. ഒരു മകൾക്ക് വാപ്പക്ക് കൊടുക്കാം, കുഞ്ഞിപ്പാക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാം, അമ്മാവന് കൊടുക്കാം, വല്ലിപ്പാക്ക് കൊടുക്കാം. പക്ഷെ അമ്മാവൻ്റെ മകന് കൊടുക്കാൻ പാടില്ല, കുഞ്ഞിപ്പയുടെ മകന് കൊടുക്കാൻ പാടില്ല. കാരണം എന്താ? മഹറമല്ല. നമ്മുടെ നാട്ടിലൊക്കെ ധാരണ അങ്ങനെയാണ്. മഹറമിനെ പഠിപ്പിച്ചപ്പോൾ നാട്ടിലെ അമുസ്ലിങ്ങളുടെ, പ്രത്യേകിച്ച് ഹൈന്ദവ സൊസൈറ്റിൻ്റെ മഹറമത്താണ് നമ്മളെടുത്തിട്ടുള്ളത്. കാരണം എന്താ? നമ്മൾ വിചാരിച്ചിരിക്കുന്നത് കുഞ്ഞുമ്മയുടെ മകൻ, കുഞ്ഞുപ്പയുടെ മകൻ എന്നൊക്കെ പറഞ്ഞ ആങ്ങളാണെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഇസ്ലാമിൽ അങ്ങനെയില്ല. മഹറമല്ല, അന്യപുരുഷനാണ്. വിവാഹം ചെയ്യാം. മുസ്ലിം സൊസൈറ്റിയിലാണ് അത് സ്വന്തം ആങ്ങളായിട്ട് കരുതണം എന്നുള്ളത്. അതേ മുസ്ലിം സൊസൈറ്റിയാണ് പിന്നെ മുറപ്പെണ്ണ് എന്ന് പറഞ്ഞ്, മുറച്ചെറുക്കൻ എന്ന് പറഞ്ഞ് അമ്മായിയുടെ മകനെയും മകളെയും നമ്മളെ പഠിപ്പിച്ചു. അത് നമ്മൾ സ്വീകരിച്ചു. ഇസ്ലാമിനെ സംബന്ധിച്ച് രണ്ടും വിവാഹബന്ധം പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇത് നമ്മൾ ആദ്യം തുടങ്ങണ എവിടുന്ന? സ്വന്തം ഫാമിലിയിലാണ്. അവിടെ നിന്ന് നമ്മൾ പഠിക്കണം. തൊടാൻ പാടില്ലാത്തവരുടെ മേൽ തൊടരുത്. അതെനിക്ക് ആങ്ങളെന്ന് തോന്നിയിട്ടും കാര്യമില്ല, പെങ്ങളും തോന്നിയിട്ട് കാര്യമില്ല. എനിന്റെ തോന്നലല്ല,
എന്റെ തോന്നലല്ല അവിടെ വിധി നിശ്ചയിക്കുന്നത്. അള്ളാഹു പഠിപ്പിച്ച അദബാണ്. ആ അദബിനനുസരിച്ച് ഞാൻ മാറിക്കോളണം. അവിടെ നിന്ന് നമ്മൾ തുടങ്ങാം. അതാ ഞാൻ പറഞ്ഞത്, ഒരു സൊസൈറ്റിയിൽ പാപം അങ്ങനെയാണ് തുടങ്ങുക, ചെറുത്. അത് പിന്നെ നമ്മുടെ കലാരംഗത്തും സാംസ്കാരിക രംഗത്തും പൊതുവേദികളിലുമൊക്കെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഷെയ്ക്ക് ഹാൻഡ് ഇങ്ങനെ നീട്ടുമ്പോഴേ, ഹസ്തദാനം നീട്ടുമ്പോൾ പറ്റാത്ത അവസ്ഥ വരും. അതങ്ങനെ എന്താകും? അവസാനം ഈ ഹദീസ് പറയുന്നവർ മോശക്കാരായി മാറും, അത് പ്രവർത്തിക്കുന്നവർ മോശക്കാരായി മാറും. അങ്ങനെ സൊസൈറ്റി നമ്മളെ മെല്ലെ ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങൾ അതൊക്കെ പിന്നെ പ്രായോഗികമല്ല, അപ്രായോഗികമാണ് എന്ന് പഠിപ്പിക്കാൻ തുടങ്ങും. ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങൾ നമ്മൾ അപ്രായോഗികമാണ് നമ്മൾ വായ കൊണ്ട് പറഞ്ഞു പോകാറുണ്ടല്ലോ, വായ കൊണ്ട് നമ്മളെ കൊണ്ട് പറയിപ്പിക്കാറുണ്ടല്ലോ ശൈത്താൻ. അള്ളാഹ് ഹറാമാക്കിയ കാര്യം ഇപ്പൊ ഹറാമായി കൊണ്ടിടക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല എന്ന ചിന്ത പോലും മനുഷ്യനുണ്ട്. കാരണം എന്താ അറിയോ? ദുനിയാവുമായിട്ട് നമ്മുടെ ബന്ധം ദൃഢമായി പോയി, അള്ളാഹ് പറഞ്ഞതിന്റെ അപ്പുറമായി. സത്യവിശ്വാസിക്ക് ദുനിയാവുമായിട്ടുള്ള ബന്ധത്തിന് ഒരു കാഠിന്യം ഒരു അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ ജനതക്ക് തോന്നും ദുനിയാവിന്റെ രസങ്ങളും ദുനിയാവിന്റെ അവസ്ഥകളും പിന്നെ പാടില്ല എന്ന് പറയുന്ന ദർശനത്തോട് ഒരകൽച്ച തോന്നും. നമ്മൾക്ക് തോന്നി തുടങ്ങാണ് നമ്മളെ ദീനിനെ പറ്റി. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ പറഞ്ഞതായിട്ട് ഇമാം മാലിക് മുവത്തയിൽ ഉദ്ധരിച്ച ഒരു അസർ നമുക്ക് കാണാം. അദ്ദേഹം പറയാണ്, ഇന്നല്ലാഹ തബാറക വതആല ലാ യുഅദ്ദിബുൽ ആമ്മ ബിദംബിൽ ഖാസ. അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ടല്ലോ, അല്ലാഹു ഒരു വിഭാഗത്തിന്റെ തിന്മ കൊണ്ട് മൊത്തത്തെയും അല്ലാഹ് ശിക്ഷിക്കില്ല. ഒരു പ്രത്യേക വിഭാഗം തിന്മ ചെയ്തെടുക്കാണ് നാട്ടിൽ, അല്ലെങ്കിൽ കുറച്ച് കൂട്ടരിങ്ങനെ തിന്മ ചെയ്തെടുക്കാണ്. ആ കുറച്ച് കൂട്ടരെ കാരണം അല്ലാഹ് ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ പോണില്ല. ആ കുറച്ചു കൂട്ടരെ കാരണം പിന്നെ എന്താ നശിപ്പിക്കുന്നത്? വലാകിൻ ഇദാ ഉമിലൽ മുൻകറു ജിഹാറൻ. തിന്മ പരസ്യമായി ചെയ്യപ്പെടാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? തിന്മ സൊസൈറ്റിയിൽ അതൊരു പ്രശ്നമല്ലാതെ മാറാ. എപ്പോഴാ പ്രശ്നമില്ലാതെ മാറുക? നമുക്കൊരു കാര്യം എപ്പോഴാ പ്രശ്നമില്ലാതെ മാറുക? അതിങ്ങനെ ആവർത്തിച്ച് പരസ്യമായി വ്യാപകമായിട്ട് അതിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് എന്താകും? നമുക്കൊരു പ്രശ്നമല്ലാതെ മാറും. ആ സമയത്ത് ഇസ്തഹഖുൽ ഉഖൂബത കുല്ലുഹും. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനെയും കൂടി അങ്ങോട്ട് ശിക്ഷിക്കാൻ പോണത്. എല്ലാത്തിനെയും കൂടി പടച്ചോൻ ശിക്ഷിക്കാൻ പോണത് അപ്പോഴാണ് എന്ന് ഇമാം പിന്നെ താബിഈയായിട്ടുള്ള ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നാണ്, അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചെന്നാണ്. ഇത് ചോദിക്കാനും എതിർക്കാനും മ്ലേച്ഛവൃത്തിയാണെന്ന് വിളിച്ചു പറയാനും പാടില്ലാത്തതാണ് എന്ന് സൊസൈറ്റിയോട് വാൺ ചെയ്യാനും ആളില്ലാത്ത കാലം വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ശിക്ഷ മൊത്തത്തിന് വേണ്ടി ഇറക്കും, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഇറക്കും. ആലോചിച്ച് നമ്മുടെ എറണാകുളത്തെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. എറണാകുളം ജില്ലയെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് വന്ന ആളുകൾ കൂത്താടാൻ വേണ്ടി തെരഞ്ഞെടുത്ത ഒരു ജില്ല കൂടിയാണ് എറണാകുളം. സ്വന്തം നാട്ടില് മാന്യനായിട്ട് പാവമായിട്ട് നടക്കുന്ന പലരും തെരഞ്ഞെടുത്തത് എറണാകുളം ജില്ലയാണ്, നമ്മുടെ ജില്ലയാണ്. എന്തിനാ തെരഞ്ഞെടുത്തത്? അവർക്ക് കൂത്താട്ടം നടത്താൻ വേണ്ടി, തെമ്മാടിത്തം ചെയ്യാൻ വേണ്ടി, അവർക്ക് പിന്നെ തോന്നിവാസത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഈ മണ്ണിനെ തെരഞ്ഞെടുത്തു. ഇവിടെ ഇല്ലാത്ത തോന്നിവാസമുണ്ടോ? ലൂത്ത് നബിന്റെ കാലത്ത് അള്ളാഹു ജനതയെ ശിക്ഷിച്ച തോന്നിവാസം ഈ എറണാകുളത്ത് വ്യാപകമല്ലേ? സാലിഹ് നബിന്റെ ജനതയെ ശിക്ഷിച്ച പാപം ഈ എറണാകുളത്ത് വ്യാപകമല്ലേ? അതുപോലെ തന്നെ അമ്പിയാക്കന്മാരുടെ മുഴുവൻ ചരിത്രത്തിലും ആ ജനത ചെയ്ത ശിക്ഷയെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ശിക്ഷയിൽ, ആ ശിക്ഷിക്കപ്പെട്ട പാപത്തിൽ ഏതൊന്നാണ് എറണാകുളത്ത് ഇല്ലാത്തത് എന്നല്ല ഞാൻ ചോദിക്കുന്നത്. എറണാകുളത്ത് വ്യാപകമല്ലാത്തത്, ഇല്ലാത്തത് ചോദിച്ച കേരളത്തിൽ എല്ലാ ജില്ലയിലും ഉണ്ടാവും. ഈ എറണാകുളത്ത് വ്യാപകമല്ലാത്തത് ഞാൻ പറയുന്നു. മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകൾക്ക് ബാധ്യത കൂടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പഠിപ്പിച്ചു, ചെറുക്കണം, എതിർക്കണം. നാട് മുഴുവൻ പാടില്ലാത്തത് പാടില്ല
എന്ന് വിളിച്ചു പറയാൻ ഈ എറണാകുളത്തെ മുഅ്മിനീങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ അങ്ങോട്ട് ഇറങ്ങും. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അള്ളാഹു പറഞ്ഞല്ലോ, വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ. ആ രാജ്യക്കാർ തീർച്ചയായിട്ടും വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിച്ച് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്, ആകാശഭൂമികളിൽ നിന്ന് ബറകാത്ത്, ആകാശഭൂമികളിൽ നിന്ന് അവർക്ക് അനുഗ്രഹാഭിവൃദ്ധി നാം ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു. വലാകിൻ കദ്ദബു ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. പക്ഷെ അവർ ചെയ്തതെന്താ? ആ രാജ്യക്കാർ ചെയ്തതെന്താ? തോന്നിവാസത്തിൽ മുഴുകി തിന്മ സമ്പാദിച്ചു, അവർ കളവാക്കിക്കൊണ്ടിരുന്നു. ഫഅഖദ്നാഹും, അവരെ നാം പിടികൂടി. അല്ലാഹു പറയും, അവരെ നാം പിടികൂടി. ആ രാജ്യക്കാരെ നാം പിടികൂടി. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കാണ്, അഫ അമിന അഹ്ലുൽ ഖുറാ, ആ രാജ്യക്കാർ നിർഭയരായിട്ടിരിക്കാണോ, സമാധാനിച്ചിരിക്കാണോ? ആ രാജ്യക്കാർ നമ്മൾ ഓർക്കണം. ആരെ പറ്റിയാണ് പറഞ്ഞത്? അത് പൂർവ്വ അമ്പിയാക്കന്മാരുടെ രാജ്യത്തെ പറ്റിയിട്ടാണെങ്കിൽ ആ വാക്ക് ഈ എറണാകുളത്തുള്ള ഓരോ മനുഷ്യനോടുമല്ല ചോദിക്കുക. അഫ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. അവർ ഉറങ്ങുന്ന സമയത്ത് രാത്രിയിൽ നമ്മുടെ ശിക്ഷ അവരെ പിടികൂടില്ല എന്ന നിർഭയത്വത്തിലാണോ അവർ? രാത്രി കിടന്നുറങ്ങുമല്ലോ, ഉറങ്ങുന്ന സമയത്ത് അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളെ പിടികൂടില്ല എന്ന നിർഭയത്വത്തിലാണോ നിങ്ങൾ കിടന്നുറങ്ങുന്നത്? വീണ്ടും അല്ലാഹു ചോദിക്കാം, ഔ അമിന അഹ്ലൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. ഇളം വെയിലത്തിന്റെ സമയത്ത്, ഇളം ഉച്ചവെയിലിന്റെ സമയത്ത്, ളുഹാ സമയത്ത് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കെ, നിങ്ങൾ വ്യാപൃതരായിക്കൊണ്ടിരിക്കെ, നിങ്ങൾ കച്ചവടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ, നിങ്ങൾ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ, നിങ്ങളിങ്ങനെ വിനിമയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് റബ്ബിന്റെ ശിക്ഷ നിങ്ങൾക്ക് തലയുടെ മുകളിലേക്ക് വന്നു വീഴില്ല എന്ന് സമാധാനത്തോടെ ഇരിക്കുകയാണോ? അല്ലാഹു ചോദിക്കുക, അല്ലാഹു നമ്മളോട് ചോദിക്കുക, സമാധാനത്തോടെ ഇരിക്കുകയാണോ? ഈ രാജ്യക്കാർ, ഈ നാട്ടുകാർ സമാധാനത്തോടെ ഇരിക്കാണോ? രാവും പകലും റബ്ബിന്റെ ശിക്ഷ, ആ ശിക്ഷ ഇറങ്ങില്ല എന്ന സമാധാനത്തിലിരിക്കാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക. ഇരിക്കാൻ പാടില്ല ഒരു ജനതയ്ക്ക്. ഈ ജില്ലക്കാർക്ക് തീരെയും. ഞാൻ ഇതിനെ മോശപ്പെടുത്തി പറഞ്ഞതല്ല, മറിച്ച് ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തെ, നാടിനെ ശിക്ഷിക്കുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യണം. അധികം പണിയൊന്നുമില്ലല്ലോ. ചിലത് പൊട്ടാനുണ്ടല്ലോ. എറണാകുളത്തെ തുടച്ചു നീക്കുന്ന പലതും പൊട്ടാനുണ്ട്. നമ്മൾ മനസ്സിലാക്കിക്കോ. അള്ളാഹുവിനൊരു പണിയില്ല. ഈ നാടിനെ മുക്കി നശിപ്പിക്കണമെങ്കിൽ, ഈ നാടിനെ അടിമേൽ മറിച്ച് നശിപ്പിക്കണമെങ്കിൽ, ഈ നാടിനെ കിടുകിടാ വിറപ്പിച്ച് ഇവിടുത്തെ മനുഷ്യന്റെ ജീവൻ കൊണ്ടുപോകണമെങ്കിൽ, ഇതിനെ ഏതു രൂപത്തിൽ അള്ളാഹുവിന് ശിക്ഷിക്കണമോ അങ്ങനെ ശിക്ഷിക്കാവുന്ന സകലതും ഈ രാജ്യത്തിന്, നാടിന് ചുറ്റും തയ്യാറായി നിൽക്കുന്നു. അതുകൂടി നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം. തയ്യാറായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്, ആമുഖമായി ഞാൻ ഓതി വെച്ച ആയത്തതാണ്. അവ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. അവരിങ്ങനെ സമാധാനത്തിലിരിക്കാണോ? പകലിന്റെ ഉച്ചവെയിലിന്റെ സമയത്ത് അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അവർ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ശിക്ഷ വരില്ല എന്നവർ വിചാരിക്കുകയാണോ? ഫഅമിനു മക്കറല്ലാഹ്. ആരാണ് അള്ളാഹുവിന്റെ തന്ത്രത്തെപ്പറ്റി നിർഭയനായിട്ടിരിക്കുന്നത്? പടച്ചവന്റെ തന്ത്രത്തെപ്പറ്റി പേടിക്കാതെ ഇരിക്കുന്നത് ആരാണ്? ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിരീൻ. നഷ്ടപ്പെടാനുള്ള, നശിക്കാൻ പോകുന്ന ഒരു ജനതയല്ലാതെ പടച്ചവന്റെ തന്ത്രത്തെപ്പറ്റി പേടിയില്ലാത്തവരായി, നിർഭയരായിട്ട് ഇരിക്കില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാം. പേടിച്ചോളണം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ അടിമേലും മറിക്കുമോ? പേടിച്ചോളണം. പകൽ വ്യവഹാരങ്ങളിൽ വ്യാപൃതരാകുന്ന സമയത്ത് ആലോചിച്ചോളണം, എന്റെ രാജ്യത്തെ റബ്ബ് അടിമേൽ മറിക്കുന്ന സമയമാണോ?
ആലോചിച്ചോളണം. അങ്ങനെ ആലോചിച്ചിട്ട് വിശ്വാസി ചെയ്യേണ്ടത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ ഒന്നിനോടും രാജിയില്ല, കോംപ്രമൈസ് ഇല്ല. അത് വീട്ടിൽ നിന്ന് തുടങ്ങണം. അതാണ് ഞാൻ പറഞ്ഞത്, വീട്ടിൽ നിന്ന് മഹറമല്ലാത്ത ഒരു പെണ്ണിനെ ബന്ധു എന്ന പേരിൽ അവൾക്ക് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നതാണ് നാളെ ഒരു മഹറമല്ലാത്ത പെണ്ണിനെ തൊടാനും തലോടാനും മടിയില്ലാത്ത മ്ലേച്ഛതയുടെ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്ന വീടില്ല. അവിടെ നമ്മൾ മ്ലേച്ഛത തുടങ്ങാം. നമ്മൾ ആലോചിക്കുക, നമ്മുടെ രാജ്യത്ത് നമ്മുടെ മുസ്ലിം സൊസൈറ്റി നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ഏർപ്പാടുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കും. മതിമറന്ന ഏറ്റവും വലിയ ജനത നമ്മളാണ്. മതിമറന്ന ജനത. ഒരു വിവാഹം ഉണ്ടെങ്കിൽ എന്താണ് നമ്മുടെ സ്വഭാവം? നിങ്ങൾ ആലോചിച്ച് നോക്കും. ഒരു വിവാഹം ഉണ്ടെങ്കിൽ ആ വിവാഹത്തെ എങ്ങനെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? വേറെ ഒരു സൊസൈറ്റിയും അങ്ങനെ ഇത്രത്തോളം നെഗളിക്കാറില്ല. വേറെ ഒരു സൊസൈറ്റിയും ആളുകൾക്ക് അസ്വസ്ഥമാകുന്ന എന്ത് സമൂഹമാണോ, എന്ത് സമുദായമാണോ, എന്ത് മനുഷ്യരാണോ എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന വിധത്തിൽ ഏറ്റവും വൾഗറായി എന്റർടൈൻ ചെയ്യുന്ന ആളുകൾ മുസ്ലിം സൊസൈറ്റിയാണ്. ഇല്ലാത്ത പേക്കൂത്തില്ലല്ലോ. നമ്മൾ ആലോചിച്ചപ്പോൾ ഗാനമേളയും പാട്ടും ആട്ടവും എല്ലാം കഴിഞ്ഞിട്ട് ആളുകളെ പിന്നെ ശല്യപ്പെടുത്തുന്ന പ്രോഗ്രാമുകൾ കൊണ്ടുവന്ന് കല്യാണങ്ങൾ ഇങ്ങനെ തകർത്ത് തിമിർത്ത് നമ്മളിങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കണേ, ഒരു രാജ്യത്തെ അടിമേൽ മറിക്കപ്പെടാതിരിക്കാൻ അതിൽ ഇടപെട്ട് അവിടെ തിന്മ വിരോധിക്കേണ്ട, അവിടെ തിന്മക്കെതിരെ സംസാരിക്കേണ്ട ആളുകൾ ആ സൊസൈറ്റിന്റെ കോലാണ് ഈ കാണുന്നത്. ആ കോലാണ് കാണുന്നത്. കല്യാണ രംഗങ്ങളിൽ അഴിഞ്ഞാട്ടങ്ങൾ നടക്കാണ്. കല്യാണ രംഗത്ത് ഏറ്റവും പവിത്രമായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. രണ്ട് മനുഷ്യന്മാർ ജീവിക്കേണ്ട പടച്ചവന്റെ ബർക്കത്ത് ഇങ്ങനെ ഇറങ്ങേണ്ട ഒരു കാര്യം, അള്ളാന്റെ ബർക്കത്ത് ഇറങ്ങേണ്ട ഒരു സന്ദർഭം, ജീവിതം. കാരണം രണ്ടാളുകൾ ഒന്നാവാണ്. അവരുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം എത്തണം. ആ സഹായം എത്തണമെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കണം. ആ അനുഗ്രഹം കിട്ടാൻ പടച്ചവനോട് പ്രാർത്ഥിച്ച് തേടി കേണപേക്ഷിച്ചിരിക്കേണ്ട ഒരു ഫംഗ്ഷനിലാണ് ഹറാമായ മ്യൂസിക്കിന്റെ, ഹറാമായ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്ന ഇഖ്തിലാത്തിന്റെ, ആൺ പെൺ കൂടിക്കലരന്റെ ഏറ്റവും ഹറാമായ രൂപങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? നിങ്ങൾ തഖ്വയുള്ളവരാണെങ്കിൽ, നിങ്ങൾ ഈമാൻ ഉള്ളവരാണെങ്കിൽ ലഫതഹന അലൈഹിം ബറകാത്തും മിനസ് സമാഇ വൽ അർള്, ആകാശഭൂമി നിങ്ങൾക്ക് ഞാൻ ബർക്കത്തിന്റെ അനുഗ്രഹാഭിവൃദ്ധിയുടെ കവാടം ഞാൻ തുറക്കും, വാതിൽ ഞാൻ തുറക്കും. നിങ്ങളെ ജീവിതത്തിലേക്ക്, നിങ്ങളെ കുടുംബ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലേക്ക്, നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിലേക്ക്, നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് നിങ്ങൾ സൂക്ഷ്മത ഉള്ളവരാണെങ്കിൽ, നിങ്ങൾ ഈമാൻ ഉള്ളവരാണെങ്കിൽ, നിങ്ങളുടെ ചലനങ്ങൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ നിലപാടുകൾ ഈമാനിന് യോജിച്ചതാണെങ്കിൽ ആകാശത്തുനിന്ന് റബ്ബ് അനുഗ്രഹത്തിന്റെ ബർക്കത്തിന്റെ വാതിൽ തുറക്കും. ആ വാതിൽ തുറക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് വിവാഹം. അവിടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എല്ലാ വൃത്തികെട്ട വൾഗറായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സെലിബ്രേഷൻ സംഘടിപ്പിക്കുന്ന അവിടെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത്തരം വിവാഹങ്ങൾ വിശ്വാസികൾ ബഹിഷ്കരിക്കണം. അത്തരം വിവാഹങ്ങളിൽ ചെന്നിരുന്ന് ഭക്ഷണം കഴിക്കാതെ മാറിപ്പോരണം. ചെമ്മാടിത്തമാണ് ഈ ചെയ്തത് എന്ന് ആളുകളുടെ മുഖത്ത് നോക്കി പറയണം. ഈ സമയത്ത് നിങ്ങൾ ഇത് ചെയ്യാൻ പാടുണ്ടോ? ഈ സമയത്ത് റബ്ബിന്റെ അനുഗ്രഹം കിട്ടേണ്ട സമയത്ത്, മലക്കുകളുടെ പ്രാർത്ഥന കിട്ടേണ്ട സമയത്ത്, ആളുകളുടെ ദുആ കിട്ടേണ്ട സമയത്ത് നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ഈ തെമ്മാടിത്തുണ്ടല്ലോ, ഈ വൾഗാരിറ്റി, ഇതിന് റബ്ബ് ബർക്കത്തിന്റെ കവാടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അടച്ചു കളഞ്ഞേക്കാം എന്ന് വാണിംഗ് കൊടുത്തിട്ട് ഇത്തരം കല്യാണങ്ങൾ ബഹിഷ്കരിച്ചു പോകണം. പറയുന്നത് എന്തിനാണെന്നറിയോ? തിന്മ തുടങ്ങണത് ഇവിടുന്നാണ്. തിന്മ തുടങ്ങപ്പെടുന്ന, അല്ലാതെ ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ എല്ലാ തോന്നിവാസം ചെയ്ത് വളർന്നു വരികയല്ല. അവൻ ഘട്ടമായിട്ടാണ് സകല തോന്നിവാസങ്ങളും ചെയ്യാൻ മടിയില്ലാത്തവനായിട്ട് മാറാം. ആദ്യത്തെ ഘട്ടമാണ് ഞാൻ പറഞ്ഞത്. കുടുംബത്തിൽ നിന്ന്, വിവാഹത്തിന്, നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഈ വൾഗാരിറ്റികൾ തീണ്ടുന്നതിലൊരു മടിയില്ലാത്ത, ഒരു വെറുപ്പില്ലാത്ത ജനതയായിട്ട് മാറാം. പിന്നെ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല
കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു വെറുത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ മാത്രം ഉൾച്ചേരാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകമായ ഒരു ദിവസമായി, ശ്രേഷ്ഠമായ രാപ്പകലുകളായി തിരഞ്ഞെടുത്ത ദിവസമാണ് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം. ജുമുഅ എന്ന് പറയുന്ന അതിവിശിഷ്ടമായ ആരാധനയുള്ള ദിവസമായതുകൊണ്ടാണ് അള്ളാഹു ആ ദിവസത്തെ ഏറ്റവും പവിത്രമാക്കിയത്. ആ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതകളിൽ ഒന്നാണ് ആ ദിവസത്തിന് വേണ്ടി മാത്രം പ്രത്യേകം കുളിക്കുക എന്നുള്ളത്. നമ്മൾ സാധാരണ കുളിക്കുന്നത് നമ്മൾ ഓഫീസിൽ പോകാനാണ്, നമ്മൾ നമ്മുടെ പുറത്തേക്ക് പോകാനാണ് സാധാരണ ദിവസവും കുളിക്കുന്ന ശീലം മലയാളിക്കുള്ളത് കൊണ്ട് ആ ഒരു കുളിയാണ് വെള്ളിയാഴ്ചയും നടക്കുന്നത്. അതല്ല വേണ്ടത്. വെള്ളിയാഴ്ച ആരാധനയോട് കൂടിയിട്ടുള്ള ഒരു കുളിയുണ്ട് വിശ്വാസിക്ക്. ഇമാം മുസ്ലിം അടക്കമുള്ള മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, മൻ ഇഗ്തസല സുമ്മ അത്തൽ ജുമുഅത ഫസല്ലി മാ ഖുദ്ദിറ ലഹ. ഒരു മനുഷ്യൻ കുളിക്കുകയും എന്നിട്ട് ജുമുഅയ്ക്ക് എത്തുകയും ഫസല്ലി മാ ഖുദ്ദിറ ലഹു, അവന് കിട്ടിയ സമയത്തിൻ്റെ ഒഴിവനുസരിച്ച് അവൻ സുന്നത്ത് നമസ്കരിക്കുകയും സുമ്മ അൻസത, പിന്നീട് നിശബ്ദനായിരിക്കുകയും ഹത്താ യഫ്റുഗൽ ഇമാമു മിൻ ഖുതുബതിഹി, ഇമാമ് ഖുതുബ കഴിയുന്നതുവരെ അങ്ങനെ ഈ അവസ്ഥയിൽ അവൻ തുടരുകയും നിശബ്ദനായി അത് ശ്രദ്ധിച്ച് കേട്ട് അത് തുടരുകയും സുമ്മ യുസല്ലി മഅഹു, എന്നിട്ട് അദ്ദേഹത്തിനോടൊപ്പം ജുമുഅ നമസ്കരിക്കുകയും ചെയ്താൽ ഗുഫിറ ലഹു മാ ബൈനഹു വബൈനൽ ജുമുഅത്തിൽ ഉഖ്റാ, അവൻ പങ്കെടുത്ത ജുമുഅയും ഇനി വരാനിരിക്കുന്ന ജുമുഅയും അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള ജുമുഅ, ആ രണ്ട് ജുമുഅകൾക്കിടയിലുള്ള പാപങ്ങൾ മുഴുവൻ അവന് പുറത്തു കൊടുക്കും. വഫളു സലാസതി അയ്യാമിൻ, ഒന്നുകൂടി പടച്ചവൻ്റെ ഔദാര്യമുണ്ടാക്കിയിട്ട് ആ ഒരു ആഴ്ചക്ക് അപ്പുറത്തെ 3 ദിവസത്തെ പാപങ്ങൾ കൂടി റബ്ബ് സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. ആർക്കാ പുറത്തു കൊടുക്കുക? കുളിച്ച് പള്ളിയിലേക്ക് വന്ന് സുന്നത്ത് 2 റക്അത്ത് നമസ്കരിച്ച് നിശബ്ദമായിരുന്ന് ഇമാമ ഖുതുബ നിർവഹിക്കുന്ന സമയമത്രയും അത് കേട്ട് സുമ്മ യുസല്ലി മഅഹു, പിന്നെ അദ്ദേഹത്തിനോടൊപ്പം ജുമുഅ നമസ്കരിക്കുകയും ചെയ്തവന് 10 ദിവസങ്ങളിൽ 2 ജുമുഅക്കിടയിലും അതിൻ്റെ അപ്പുറമുള്ള 3 ദിവസമടക്കം 10 ദിവസങ്ങളിൽ അവൻ്റെ പാപങ്ങളെല്ലാം റബ്ബ് സുബ്ഹാനഹു വതആല അതിൻ്റെ പേരിൽ പുറത്തു കൊടുക്കുന്നു. അപ്പോൾ ജുമുഅക്ക് പ്രത്യേകം കുളിക്കുക എന്നത് സുന്നത്താണോ അതല്ല വാജിബാണോ എന്നാണ് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുള്ളത്. ബഹുഭൂരിപക്ഷം ജുംഹൂറായിട്ടുള്ള അഭിപ്രായം അത് സുന്നത്തുൽ മുഅക്കയാണ്, ശക്തമായ സുന്നത്താണ്, അല്ലാതെ വാജിബല്ല. എന്നാൽ ഒരുവിധം പണ്ഡിതന്മാരിൽ വാജിബാണ് എന്ന അഭിപ്രായമുള്ള ആളുകൾ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ആ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് കുളിക്കേണ്ടത്? പല ആളുകൾക്കും അറിയൂല. ആളുകളിങ്ങനെ ജുമുഅന്റെ കുളിയിൽ നിന്ന് നെയ്യത്ത് ചെയ്തിട്ട് അങ്ങോട്ട് കുളിക്കാണ്, അത് മതി അതിൻ്റെ പുണ്യം ലഭിക്കാൻ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പൂർണ്ണതയോടുകൂടി നമ്മളെ പഠിപ്പിച്ചത്, പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് റിപ്പോർട്ട് ചെയ്തു തന്നു, മൻ ഇഗ്തസല യൗമൽ ജുമുഅത്തി ഗുസ്ലൽ ജനാബത്തി, ജനാബത്ത് കുളിക്കുന്നത് പോലെ ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം കുളിച്ചാൽ സുമ്മറാഹ, എന്നിട്ട് പള്ളിയിലേക്ക് നടന്നാൽ ഫകഅന്നമാ ഖറബ
ബദനച്ചൻ, അവനൊരു ഒട്ടകത്തെ ബലിയറുത്തതിൻ്റെ കൂലി അവന് കിട്ടുന്നതാണ്. അപ്പോൾ ജനാബത്ത് കുളിക്കുന്നത് പോലാണ് ഏത് കുളിക്കേണ്ടത്? ജുമുഅക്കും കുളിക്കേണ്ടത്. എങ്ങനെ ജനാബത്ത് കുളിക്കുക? നെയ്യത്തുണ്ടാവുക. ഞാൻ അള്ളാഹുവേ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധനാകാൻ ജനാബത്ത് കുളിക്കുന്നു, അത് ജനാബത്ത് കുളിൻ്റെ നെയ്യത്ത്. ജുമുഅൻ്റെ ആകുമ്പോൾ പടച്ചവനെ ജുമുഅയുടെ കുളി ഞാൻ കുളിക്കാണെന്ന് മനസ്സിൽ നെയ്യത്തുണ്ടാവുക. എന്നിട്ട് വുളൂ ചെയ്യുക. വുളൂ ചെയ്തിട്ട് അവൻ്റെ കാലുകൾ കഴുകരുത്. ബാക്കി എല്ലാ അവയവങ്ങളും വുളൂവിൻ്റെ കഴുകുക, കാലുകൾ മാത്രം കഴുകാതെ ബാക്കി വെക്കുക. തലയിലൂടെ 3 തവണ വെള്ളമൊഴിക്കുക. വലതു ഭാഗം ആദ്യം കഴുകുക, ഇടതു ഭാഗം ആദ്യം കഴുകുക, പിന്നെ സമ്പൂർണ്ണമായ കുളി. അതിനുശേഷം അവൻ്റെ വലതുകാൽ 3 തവണ കഴുകുക, ഇടതുകാൽ 3 തവണ കഴുകുക. ഇങ്ങനെയാണ് ജനാബത്ത് കുളിക്കുക. ഇതുപോലെ തന്നെയാണ് ജുമുഅക്കും കുളിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു. ആ കുളിയാണ് ജുമുഅയുടെ കുളി എന്ന് പറയാം. എന്നാൽ ഇതൊന്നും ചെയ്യാതെ നമ്മൾ നിയ്യത്ത് ചെയ്തിട്ട് കുളിച്ചാലോ? അങ്ങനെ കുളിച്ചാലും അതിൻ്റെ പ്രതിഫലം കിട്ടിയേക്കാം. പക്ഷെ അതിൻ്റെ പൂർണ്ണതയും അതിൻ്റെ ഫളായിലും ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ കുളിക്കേണ്ടത്. ഇങ്ങനെ കുളിച്ചിട്ട് പള്ളിയിലേക്ക് വരണം എന്നുള്ളത് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ ദിവസത്തിന് നമ്മൾ കൊടുക്കുന്ന ആദരവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രൂപത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ജുമുഅക്ക് വരണം. ഇനി വെള്ളിയാഴ്ച ദിവസം ഒരു കുളി കൊണ്ട് ജനാബത്തും ജുമുഅയുടെയും കുളിയാക്കാൻ പറ്റുമോ? ഉലമാക്കൾക്കിടയിൽ ഫുഖഹാക്കൾക്കിടയിൽ തർക്കമുണ്ട്. എങ്കിലും ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് ഫജ്റിൻ്റെ മുമ്പാണ്, ഫജ്ർ ജമാഅത്തിൻ്റെ മുമ്പായിരിക്കുമല്ലോ ജനാബത്ത് കുളിക്കുക ആളുകൾ. ആ സമയത്ത് വേണമെങ്കിൽ അവന് എന്ത് ചെയ്യാം? ജുമുഅയുടെ കുളിൻ്റെ നെയ്യത്തും അതുപോലെ തന്നെ ജനാബത്തിൻ്റെ കുളിൻ്റെ നെയ്യത്തും ചെയ്തിട്ട് അവന് കുളിക്കാം. ഒറ്റ കുളി കൊണ്ട് ഇത് മതിയാകും. കാരണം ജനാബത്തിൻ്റെ കുളി വാജിബും ജുമുഅയുടെ കുളി സുന്നത്താണ്. വാജിബിൻ്റെ കുളിയിൽ കൂടെ സുന്നത്തിനെ നെയ്യത്താക്കാം എന്ന് പണ്ഡിതന്മാരിലെ മഹാഭൂരിപക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വിഭാഗം അതിനോട് എതിർപ്പും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ കാര്യങ്ങൾ ഗൗരവത്തിൽ വിശ്വാസിനെ സംബന്ധിച്ച് ഇസ്ലാം എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? അതൊന്നും അവന് ചെറിയ കാര്യമല്ല. അത് കുളിയായാലും പല്ലുതേപ്പായാലും അവൻ്റെ മൂക്കിൽ വെള്ളം കയറ്റി ചിരിറ്റുന്ന വിഷയമായാലും ഉറക്കിൽ നിന്ന് എണീറ്റാൽ അവൻ ആദ്യം ചെയ്യേണ്ട പണി എന്താ? അവൻ്റെ വലത് കൈ കഴുകലാണ്. വലത് കൈയും ഇടത് കൈയും കൂടെ കഴുകുക, കൈപ്പത്തികൾ കഴുകലാണ് ആദ്യമായിട്ടൊരു മുസ്ലിം ചെയ്യേണ്ട കർമ്മം. വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉറക്കിൽ നിന്ന് എണീക്കുന്നതിനെ പറ്റിയിട്ട് ഹദീസിൽ കാണാം. അവിടെ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം കണ്ണുകളിൽ വിരൽ വെച്ച് ചെറുതായിട്ടൊന്ന് തിരുമ്മുന്നതാണ്. എന്നിട്ട് അതോടൊപ്പം തന്നെ പ്രാർത്ഥന നിർവഹിക്കും. ബാത്റൂമിലേക്ക് കടന്നാൽ അവിടെ ആദ്യം ചെയ്യുക മുൻകൈകളൊന്ന് കഴുകി വൃത്തിയാക്കും. പിന്നെ 3 തവണ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റും. അവിടുന്ന് തുടങ്ങാറ്. വൃത്തിയാക്കുന്ന ഏർപ്പാട് റസൂലുള്ള തുടങ്ങാറ് ഈ സിസ്റ്റത്തിൽ നിന്ന്. അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മളെ സിസ്റ്റം. ഇതിനിപ്പോൾ അങ്ങനെ പറ്റൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരമാവധി ഒപ്പിയെടുക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യം. വേറെ ഒന്നിനല്ല പടച്ച നമ്മളിങ്ങോട്ട് അയച്ചിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ സുന്നത്ത് കണ്ടത് പറ്റുന്നിടത്തോളം ഒപ്പിയെടുക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യം. കാരണം ആ സുന്നത്തിനേക്കാൾ പ്രിയപ്പെട്ടവർ ഒന്നും നമുക്കുണ്ടാവരുത്. റസൂലുള്ളാഹിന്റെ സുന്നത്തിനേക്കാൾ പ്രിയപ്പെട്ട ഒന്നും ഉണ്ടാകരുത്. അതുകൊണ്ടാണ് സഹാബികളെ ചരിത്രത്തിൽ കാണാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവർ യാത്ര ചെയ്യുന്ന സമയത്ത് അവരേതെങ്കിലും ഒരു മരത്തിൻ്റെ അവിടെ നിന്ന് റസൂലുള്ള അന്ന് മൂത്രിച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ള വഫാത്തായി വർഷങ്ങൾ കഴിഞ്ഞ് ആ സഹാബികൾ അതിലെ പോകുമ്പോൾ വെറുതെ ആ മരത്തിൻ്റെ അവിടെ പോയിട്ടൊന്ന് മൂത്രിച്ച് പോരും. കൂലി കിട്ടാൻ വേണ്ടിയിട്ടല്ല, റസൂലുള്ള എന്തൊക്കെ ചെയ്തു അതൊക്കെ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട്. ആ ആഗ്രഹം നമ്മുടെ മനസ്സിലും വേണം. ആ ആഗ്രഹം കുറയും തോറാണ് നമ്മൾ ഈ ദീനിൻ്റെ മാർഗത്തിൽ നിന്ന് പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അവൻ പഠിപ്പിച്ച കർമ്മങ്ങളും അവൻ പഠിപ്പിച്ചിട്ടുള്ള വിശ്വാസവും കൃത്യമായും അള്ളാഹു ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിലും സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മതത്തെപ്പറ്റി ജ്ഞാനമുള്ള ഇൽമുള്ള ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒന്നൊഴിയാതെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തിരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സമാധാനവും സ്വസ്ഥതയും നൽകുമാറാകട്ടെ. അവർക്ക് വേണ്ടി അള്ളാഹു മാനവ കുലത്തെ സജ്ജമാക്കി
എളുപ്പമാക്കുമാറാകട്ടെ. അവരെ ഉപദ്രവിക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ശത്രുക്കളിൽ നിന്ന് അള്ളാഹു അവർക്ക് സംരക്ഷണം നൽകുമാറാകട്ടെ. ആ ശത്രുക്കൾക്ക് അള്ളാഹു നിന്ദ്യതയും ശിക്ഷയും നൽകുമാറാകട്ടെ. അവരുടെ കൈകൾ പിടിക്കുന്ന ഒരു സമൂഹത്തെ അള്ളാഹു വളർത്തുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പീഡനങ്ങളും മർദ്ദനങ്ങളും അനുഭവിക്കുന്ന മനുഷ്യന്മാർ, അനീതി അനുഭവിക്കുന്ന മനുഷ്യന്മാർ, അവർക്കെല്ലാം നീതിയും സമാധാനവും സ്വസ്ഥതയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു അവരെയെല്ലാം കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.